എജുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരം, ജീവകങ്ങൾ, രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യ പദ്ധതികൾ, കാർഷിക വിളകൾ, വനങ്ങൾ, പരിസ്ഥിതി എന്നീ പ്രധാന വിഷയങ്ങളിൽ നിന്നുമുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായി ഈ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവശിഷ്ടാവയവം, വെസ്റ്റീജിയൽ ഓർഗൻ ഏതാണ്? അപ്പൻഡിക്സ്. വേർമിഫോം അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവശിഷ്ടാവയവം. പരിണാമ പ്രക്രിയയിൽ പൂർവികർക്ക് ഉണ്ടായിരുന്നതും എന്നാൽ കാലക്രമേണ പ്രവർത്തനമോ വലിപ്പമോ കുറഞ്ഞതോ ആയ അവയവങ്ങളെയാണ് അവശിഷ്ടാവയവങ്ങൾ എന്ന് വിളിക്കുന്നത്. സെല്ലുലോസ് ദഹിപ്പിച്ചിരുന്ന വലിയ സീക്കത്തിൻ്റെ ഭാഗമായിരുന്ന ഇത് മനുഷ്യൻ വേവിച്ചതും മാംസാഹാരവും കഴിച്ചു തുടങ്ങിയതോടെ ദഹനപരമായ ഉപയോഗമില്ലാതെയായി. എങ്കിലും ഉപകാരികളായ ബാക്ടീരിയകളെ സംരക്ഷിക്കുന്നതിലും രോഗപ്രതിരോധ വ്യവസ്ഥയെ സഹായിക്കുന്നതിലും ഇതിന് ചെറിയ പങ്കുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം K. വിറ്റാമിൻ K ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം. മുറിവുകളോ പരിക്കുകളോ ഉണ്ടാകുമ്പോൾ അമിതമായി രക്തം വാർന്നു പോകാതെ തടയുന്ന പ്രോത്രോംബിൻ അടക്കമുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ ജീവകം K അത്യാവശ്യമാണ്. ഇത് പ്രധാനമായും 2 രൂപങ്ങളിലാണ് കാണപ്പെടുന്നത്. ജീവകം K1 ഫില്ലോക്യുനൻ എന്നറിയപ്പെടുന്ന ജീവകം K1 ഇലക്കറികളും സസ്യജന്യ ആഹാരങ്ങളിലും കാണപ്പെടുന്നു. ജീവകം K2 മെനോക്യുനൻ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്നതും മാംസാഹാരങ്ങളിലും പുളിപ്പിച്ച ഭക്ഷണങ്ങളിലുമുള്ളതുമായ രൂപം. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? ജീവകം A. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. കണ്ണിലെ റെറ്റിനയിലുള്ള റോഡ് കോശങ്ങളുടെ പ്രവർത്തനത്തിന് റോഡോപ്സിൻ എന്ന വർണ്ണവസ്തു അത്യാവശ്യമാണ്. ജീവകം എയുടെ കുറവ് ഈ വർണ്ണവസ്തുവിൻ്റെ ഉൽപ്പാദനത്തെ ബാധിച്ച് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ഇതിൻ്റെ ഗുരുതരമായ കുറവ് കോർണിയ വരളുന്ന സീറോഫ്താൽമിയ എന്ന അവസ്ഥയ്ക്കും വഴിയൊരുക്കുന്നു. കരളിലാണ് ജീവകം A പ്രധാനമായും സംഭരിക്കപ്പെടുന്നത്. എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നതിനായി നടത്തിയിരുന്ന പരിശോധന ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട്. വെസ്റ്റേൺ ബ്ലോട്ടാണ് എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നതിനായി നടത്തിയിരുന്ന പരിശോധന. HIV അണുബാധയുടെ പ്രാരംഭ പരിശോധനയ്ക്കായി ആൻറ്റിബോഡികളും വൈറൽ P24 ആൻറ്റിജനും കണ്ടെത്തുന്ന നവീകരിച്ച 4ാം തലമുറ എലീസ ടെസ്റ്റാണ് നടത്തുന്നത്. പോസിറ്റീവ് ആകുന്ന ഫലങ്ങൾ സ്ഥിരീകരിക്കാൻ കാലഹരണപ്പെട്ട വെസ്റ്റേൺ ബ്ലോട്ട് പരിശോധനയ്ക്ക് പകരം HIV-1, HIV-2 ആൻറ്റിബോഡി ഡിഫറൻഷിയേഷൻ ഇമ്മ്യൂണോ അസേ ഉപയോഗിക്കുന്നു. അനിശ്ചിതമായ ഫലങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അനുബന്ധ പരിശോധനയ്ക്കായി ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് NAT നടത്തുന്നു. കേരളത്തിൽ സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP നിലവിൽ വന്ന വർഷം 2019. കേരളത്തിൽ സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നിലവിൽ വന്നത് 2019 ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി സഹകരിച്ച് 2019 ഏപ്രിൽ 1 കേരള സർക്കാർ KASP പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് മികച്ച ചികിത്സ സൗജന്യമായി ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അർഹരായ കുടുംബങ്ങൾക്ക് 1 വർഷം 5 ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിള ഏതാണ്? നെല്ല്. നെല്ലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിള. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും തരിശുഭൂമി ഒഴിവാക്കുന്നതിനും കേരള സർക്കാർ സുഭിക്ഷ കേരളം തുടങ്ങിയ പദ്ധതികൾ വഴി നെൽകൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകി വരുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഉയർന്ന താപനിലയിലും ശക്തമായ മഴയുള്ള പ്രദേശങ്ങളിൽ പാറകൾ പൊടിഞ്ഞുണ്ടാകുന്ന ലാറ്ററൈറ്റ് മണ്ണിൽ ഇരുമ്പ്, അലൂമിനിയം ഓക്സൈഡുകൾ ധാരാളമുണ്ടെങ്കിലും നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ കുറവാണ്. കേരളത്തിൻ്റെ സിംഹഭാഗവും ഉൾപ്പെടുന്ന ഈ മണ്ണിൻ്റെ pH മൂല്യം സാധാരണയായി 4നും 6.2നും ഇടയിലായതിനാൽ ഇതിന് പൊതുവെ അമ്ല സ്വഭാവം കൂടുതലാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങ്. തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. 1989 കേരള സർക്കാർ ഔദ്യോഗിക വൃക്ഷമായി തെങ്ങിനെ പ്രഖ്യാപിച്ചത്. കൊക്കോസ് ന്യൂസിഫെറ എന്നാണ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലും, മൃഗം ആനയും, പുഷ്പം കണിക്കൊന്നയും, ഫലം ചക്കയും, മത്സ്യം കരിമീനും ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആകെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളുമുള്ള ജില്ലയും ഇടുക്കി തന്നെയാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നും ഇടുക്കി അറിയപ്പെടുന്നു.
വനമഹോത്സവം ആചരിക്കുന്നത് ഏത് മാസത്തിലാണ്? ജൂലൈ മാസത്തിലാണ് വനമഹോത്സവം ആചരിക്കുന്നത്. വനമഹോത്സവം ആചരിക്കുന്നത് ജൂലൈ മാസം ആദ്യ വാരത്തിലാണ്. ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെ ഇന്ത്യയിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വൃക്ഷത്തൈ നടീൽ ഉത്സവമാണിത്. 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന KM മുൻഷി, കനേലാൽ മനേക്ലാൽ മുൻഷിയാണ് ദേശീയതലത്തിൽ വനമഹോത്സവത്തിന് തുടക്കമിട്ടത്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ കാർബൺ വിമുക്ത ജില്ല മജുലിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കാർബൺ വിമുക്ത ജില്ല. അസം സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് മജുലി. 2016 മജുലിയെ ഔദ്യോഗികമായി ഒരു ജില്ലയായി പ്രഖ്യാപിച്ചത്. ഈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നദീദ്വീപ് കൂടിയാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമം കേരളത്തിലെ വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ്. ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ UN നേതൃത്വത്തിൽ 1972 സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത്. തുടർന്ന് 1974 ജൂലൈ 5 മുതൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കാൻ തുടങ്ങി. ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു 1974 ആദ്യ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരികാവയവമായ കരളിൽ പിത്തരസം നിർമ്മിക്കുകയും ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി സംഭരിക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ വിഷാംശങ്ങളെയും ഔഷധാവശിഷ്ടങ്ങളെയും നിർവീര്യമാക്കി കൊഴുപ്പുകളെ വിഘടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കേടുപാടുകൾ സംഭവിച്ചാൽ സ്വയം വളർന്നു വരാൻ കോശങ്ങളെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഏകാവയവമാണ് കരൾ. എന്നാൽ ശരീരത്തിലെ മൊത്തത്തിലുള്ള ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. സ്കർവി രോഗം തടയാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി. വിറ്റാമിൻ സി ആണ് സ്കർവി രോഗം തടയാൻ സഹായിക്കുന്ന ജീവകം. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. ജീവകം സി ജലത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്ന ഒന്നായതിനാൽ ഇത് ശരീരത്തിൽ അധിക നേരം സംഭരിക്കപ്പെടില്ല. അതിനാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇത് ദിവസവും ശരീരത്തിൽ എത്തേണ്ടതുണ്ട്. ജീവകം സി അടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായി ചൂടാക്കുമ്പോഴോ പാകം ചെയ്യുമ്പോഴോ അതിലെ ജീവകം സി വേഗത്തിൽ നശിച്ചു പോകുന്നു. റാബീസ് രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? വൈറസാണ് റാബീസ് രോഗത്തിന് കാരണമാകുന്ന രോഗാണോ? റാബീസ് രോഗത്തിന് പേവിഷബാധയ്ക്ക് കാരണമാകുന്ന രോഗാണോ? ലിസ വൈറസ് ആണ്. ഇത് റാബീസ് വൈറസ് എന്നും അറിയപ്പെടുന്നു. റാബീസ് വൈറസ് മനുഷ്യന്റെ കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. ഇത് ഹൈഡ്രോഫോബിയ, വെള്ളത്തോടുള്ള ഭയത്തിന് കാരണമാകുന്നു. റാബീസിനെതിരെ ആദ്യമായി വാക്സിൻ വികസിപ്പിച്ചെടുത്തത് പ്രശസ്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററാണ്. ക്യാൻസർ രോഗികൾക്ക് മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി കാരുണ്യസ്പർശം പദ്ധതിയാണ്. ക്യാൻസർ രോഗികൾക്ക് മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി. ഉയർന്ന വിലയുള്ള ബ്രാൻഡഡ് ഓങ്കോളജി ക്യാൻസർ മരുന്നുകൾ 26% മുതൽ 96% വരെ വിലക്കുറവിലാണ് രോഗികൾക്ക് ലഭ്യമാക്കുന്നത്. ക്യാൻസർ മരുന്നുകൾക്ക് പുറമെ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് ആവശ്യമായ അതിവിലയുള്ള മരുന്നുകളും ഈ സീറോ പ്രോഫിറ്റ് പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജന വിള ഏതാണ്? കുരുമുളകാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജന വിള. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവെന്നും കറുത്ത പൊന്നെന്നും അറിയപ്പെടുന്ന കുരുമുളകിന്റെ GI പദവി ലഭിച്ച മലബാർ തലശ്ശേരി ഇനങ്ങൾ വയനാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. കുരുമുളക് കഴിഞ്ഞാൽ കേരളത്തിൽ പ്രാധാന്യമുള്ള മറ്റൊന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഏലക്കയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. 1888 ഒക്ടോബർ 9 കോന്നി വനത്തെ ഔദ്യോഗികമായി റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട ജില്ലയിലാണ് കോന്നി വനം ഡിവിഷൻ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായ ആനകളുടെ സംരക്ഷണത്തിനും പരിശീലനത്തിനും പേരുകേട്ട കോന്നിയിൽ കേരളത്തിലെ ആദ്യത്തെ ആനത്താവളം സ്ഥിതി ചെയ്യുന്നുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിക്കപ്പെട്ട പ്രശസ്തമായ ആദ്യ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്? ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി സമർപ്പിക്കപ്പെട്ട പ്രശസ്തമായ ആദ്യ കമ്മീഷൻ റിപ്പോർട്ട്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ വെസ്റ്റേൺ ഘട്ട്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP തയ്യാറാക്കിയ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ അധ്യക്ഷനായ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് സമർപ്പിച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ടുമാണ് ഇതിലെ പ്രമുഖ കമ്മീഷൻ റിപ്പോർട്ടുകൾ. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പഠനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സൈലന്റ് വാലി, പെരിയാർ, വയനാട് തുടങ്ങിയ കേരളത്തിലെ വനമേഖലകൾ ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ടത്തിലെ 39 പ്രദേശങ്ങൾ 2012 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ.
CFCs, ക്ലോറോ ഫ്ലൂറോ കാർബണാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതകം. റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, എയറോസോൾ സ്പ്രേകൾ, പ്ലാസ്റ്റിക് ഫോമുകൾ എന്നിവയിൽ നിന്നാണ് CFC വാതകങ്ങൾ പ്രധാനമായും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഒപ്പുവെച്ച സുപ്രധാന കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.